Good morning, sir. Yes, Ansi, good morning. ഞാൻ നേരത്തെ ഒരു 10:27 നോക്കിയപ്പോ ആൻസിന്റെ അത് ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും വരുമെന്ന് ചോദിച്ചാൽ നോക്കിയതാണ്. ലാസ്റ്റ് ആയപ്പോ ആൾക്കാർ കുറഞ്ഞു പോയല്ലോ ആൻസി. വരും സാർ, എല്ലാരും ഒരു 10:45 ആകുമ്പോ കേറും. ഓ, 10:45 ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ ആളുകളൊന്നും കാണുന്നില്ലല്ലോ ജിൻസി. സാർ മോന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഇതുവരെ. 1-ാം തീയതി മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവര് 10th പോകുന്നോണ്ട് വെക്കേഷൻ ക്ലാസ് ഒക്കെ ഇത്തവണ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറ്റിയായിരുന്നു. അപ്പൊ ക്ലാസ് റൂമും ലാപ്ടോപ്പും എല്ലാം അദ്ദേഹത്തിന് വേണമല്ലോ. അങ്ങനെ ഞാൻ വെളിയിലായി. ഓക്കെ സാർ. കാണുന്ന മുഖങ്ങളുണ്ടല്ലോ, പേരുകള്, അപ്പൊ അവരൊക്കെ കാണാണ്ടായപ്പോ ഒന്ന് അന്വേഷിച്ചാണ്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഗുരുത്വം പങ്കിട്ട് കൊടുക്കാം അല്ലേ അനുസി? യെസ്, അടുത്ത ഇന്നും കൂടി നമുക്ക് ഇത് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഞാൻ ഇനിയിപ്പോ കുറച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ തരാതിരിക്കാൻ കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്ത് പോവാം. അപ്പോ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാവും. 100 out of 100 നിങ്ങൾക്കത് ലഭിക്കാനും കാരണമാവും. അപ്പൊ അതുകൊണ്ട് അടുത്ത ആഴ്ച കൂടെ നമുക്ക് അങ്ങനെ പോകാം. ജൂലൈ 10-15 പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. അപ്പോ സാറേ, നമുക്ക് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചല്ലേ? ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്. അപ്പൊ ടോട്ടൽ 50 ക്വസ്റ്റ്യനെ കാണുള്ളൂ. 50 ക്വസ്റ്റ്യനെ കാണുള്ളൂ. പക്ഷെ സാറേ, ഈ 1 മണിക്കൂർ തികയുന്നില്ല കേട്ടോ സാറേ. നമുക്ക് അത് തികയുന്നേ. ഒന്നാമത് സാറേ, വായിച്ച് നമ്മൾ എടുത്ത് നമുക്ക് റൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാം. ഇത് തന്നിരിക്കുന്ന ഓപ്ഷനും നമ്മൾ കറക്റ്റ് PSC മോഡലിനെയും കാട്ടി കഷ്ടമാണ്. അത് നമ്മൾ അതിന്ന് ചൂസ് ചെയ്ത് കറക്റ്റ് ഉത്തരം എഴുതി തെറ്റാണെങ്കിൽ അപ്പൊ തന്നെ ആ 2 മാർക്ക് പോകുകയല്ലേ സാർ? അപ്പൊ നമ്മൾ അത്രയും ഇരുന്ന് വായിച്ചു നോക്കിയാലല്ലേ പറ്റുള്ളൂ. അതായത് നമുക്ക് 3 ഓപ്ഷൻ തന്നിട്ടുള്ളൂ. അതിൽ വെച്ചിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതിയല്ല. മറ്റാണെങ്കിലും വൈഡായിട്ട് എടുക്കുന്നു. എവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ. ഇത് വൈഡല്ല, ഒതുങ്ങിക്കിട്ടാണ്. 3 ആൻസർ 3 എണ്ണത്തിന് വെച്ച് ചിലപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ ആദ്യത്തെ നമുക്ക് ഇങ്ങനെ കളയാം. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഓർഡറിന് നമുക്ക് ഇത് വേണ്ട, നമ്മൾ ഒഴിവാക്കാം. ബാക്കി 2 എണ്ണം വെച്ചാൽ ചിന്തിച്ചാൽ മതി. അപ്പോഴും ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. 50×2 അല്ല, 2 വരൂല്ല അല്ലേ? എത്ര, 1 മണിക്കൂറല്ലേ സാർ? നമുക്ക് മറ്റേ ഡിപ്ലോമയുടെ എക്സാം 1 hour ആയിരുന്നു. പക്ഷെ അത് നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടഫ് ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 hour നമുക്ക് മതിയാകൂല്ല എന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ. ആരതി, കുറെ നാളായാലോ ആരതി? അതെ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാട്ടിലായിരുന്നു സാർ. കുറച്ച് ഹസ്ബൻഡിന് ബാക്ക് പെയിൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഞാൻ സൺഡേ ആണ് തിരിച്ചെത്തിയത്. ഓ യെസ് യെസ് യെസ്. ഇപ്പോ നാട്ടിൽ തിരിച്ചു വന്നോ? തിരിച്ചു വന്നു. യെസ്, ഓക്കേ ഓക്കേ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങൾ കുറച്ചിങ്ങോട്ട് കയറിയിട്ട് വന്നു. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു സാർ. റെക്കോർഡ് ക്ലാസ് കേട്ടായിരുന്നു. അപ്പോ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പ്രവീണയും കൂടി കേൾക്കണം അല്ലേ? പ്രവീണ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഗുഡ് മോർണിംഗ് സർ. യെസ്, നിർമ്മിത. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ പ്രവീണ രാജ്, ഗുഡ് മോർണിംഗ്. അപ്പോ ഗുഡ് മോർണിംഗ്. ഓക്കെ വിദ്യ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ദിവസം മുതലേ, അടുത്ത ദിവസം മീൻസ് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിലേക്കുള്ള നമ്മുടെ പാരായണം ആരംഭിക്കാം. അതിന് 3-4 ക്ലാസ് വേണം. നമുക്ക് കുറേശ്ശെ ചെയ്ത് അങ്ങനെയാണ് പോകാം. അപ്പൊ അധികം മനസ്സിലങ്ങനെ പതിയും. അപ്പൊ ഇനി വേറൊരു മോക്ക് ടെസ്റ്റിന്റെ ആവശ്യമില്ല. ഇതങ്ങനെ കഴിയലും ഒരു പരീക്ഷ എഴുതലും ഫുൾ മാർക്ക് വാങ്ങിക്കലുമായിട്ട് അങ്ങനെ നിൽക്കും. യെസ്, അപ്പൊ പേടിക്കട്ടെ. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ,
അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ആൻസിയും വേറെ ആളും നടക്കുന്നുണ്ടായോളൂ തോന്നുന്നു. യെസ്, അപ്പൊ ഞങ്ങൾ പറഞ്ഞത് അല്ല, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് കേട്ടോ. യെസ്, അടുത്ത തിങ്കളാഴ്ച ചിലപ്പോൾ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് ടീച്ചർക്ക് എന്തോ ഒരു അവധി വേണമെന്ന് പറയട്ടെ. അപ്പോ ഇത് കൂടാതെ അപ്പൊ ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞു മാത്രമേ തിങ്കളാഴ്ച ഫസ്റ്റ് അവർ ഞാൻ തന്നെ ആയിരിക്കും വരാമെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞ സംഗതിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങളത് ആരംഭിച്ചു. ഒരു ടെൻസിന്റെ കേസ് ഞങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് നമുക്ക് കിടക്കി, അടുത്തൊരു ടെൻസിലേക്ക്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞതാണ് ഞാൻ, എങ്കിൽ ഒന്നും കൂടി പറയുന്നു. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കേട്ട കാര്യം വേറൊരാളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പറയും? ഇതാണ് റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത്. ഞാൻ വിദ്യയോട് പറയുന്നു, വിദ്യക്ക് അത് ആൻസിയോട് പറയും. ഞാൻ വിദ്യയോട് പറയുന്നു, അത് കേൾക്കുന്ന പ്രവീണരാജിന് വേണമെങ്കിൽ ചെന്ന് ആൻസിയോട് പറയും. രണ്ട് രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആരോടാണ് പറയുന്നത്, അയാൾ ചെന്ന് വേറെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത ഒരു സെന്റൻസിലേക്ക് കടക്കുകയാണ്. യെസ്, ഒരു വാചകം എഴുതിക്കോളൂ. ഷീ സെഡ്, ഷീ സെഡ് I loved India. Okay. She said, അവള് പറയാൻ, ഒരു പെൺകുട്ടി, ഞാനിപ്പോ തൽക്കാലം രാഖി എന്ന് വിളിക്കുന്നത്. രാഖി പറയുന്നു, ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചു. ഐ ലവ്ഡ് ഇന്ത്യ. ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിന്റെ അകത്ത് നമ്മൾ രണ്ട് വെർബ് കാണും. സെഡ് എന്ന് പറഞ്ഞാൽ ഒരു വെർബാണ്, ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബാണ്. രണ്ടും വെർബാണ്. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് കാണുന്ന വെർബിനെയാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ സെഡ് എന്നുള്ളത് എന്താണ്? റിപ്പോർട്ടിംഗ് വെർബാണ്. ആ സെഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. PAST, പാസ്റ്റ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ഇന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ തന്നിരിക്കുന്ന വാചകം എങ്ങനെ മാറ്റണമെന്നുള്ളതാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ തന്നിരിക്കുന്ന വാചകം എങ്ങനെ മാറ്റണം. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ വേറെ നിയമമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഹൗ ഷുഡ് വി ചേഞ്ച് സെന്റൻസ്, എങ്ങനെയാണ് സെന്റൻസ് നമ്മൾ മാറ്റേണ്ടത്? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഐ ലവ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന വാചകമാണ് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചോദിക്കാൻ ആർക്ക് വേണമെങ്കിലും പറയാം, ഈ ഐ ലവ്ഡ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസിന്റെ ഫോമില് ഏതിൽ വരും? സിമ്പിൾ പാസ്റ്റ്. യെസ്, വെരി ഗുഡ് ജിൻസി, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് സിമ്പിൾ പ്രസന്റ് വന്നാൽ എന്ത് ചെയ്യുമെന്നാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മൾ പുതിയത് ആരംഭിക്കുകയാണ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന വാചകം ഏത് ടെൻസാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാവുകയും ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റുമാണെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റുമാണെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റിലുള്ള വാചകത്തെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയതാണ്. അപ്പോ നമ്മൾ അവിടെ ഒരു കാര്യം ഓർക്കണം, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സാർ, സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ്. ഓ, അത്
പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഒന്നുകൂടി ചിന്തിക്കും. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്. യെസ്, കറക്റ്റ്. ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൺഫ്യൂഷൻ ആണ് സാർ മൊത്തം. യെസ്, ഓക്കെ, കൺഫ്യൂഷൻ ആവട്ടെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടിന്യൂസ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഐജി കയറി. പെർഫെക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റോട് മാറ്റണമെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതിലോട്ട് മാറ്റണം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അങ്ങോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവരോട് ഞാൻ പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ഇൻവെർട്ടഡ് കോമയിൽ എഴുതിയത് ഐ ലവ് ഇന്ത്യ എന്നായിരുന്നു. ഐ ലവ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റേണ്ടത് ഇങ്ങോട്ടാണ്, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റിയത്. പാസ്റ്റ് പെർഫെക്റ്റ് മാറ്റിയത് ഓരോന്നും എങ്ങോട്ടും മാറുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. യെസ്, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. ബാക്കിയുള്ള നിയമങ്ങളില്ലേ അതൊക്കെ അതുപോലെ. യെസ്, അതിലൊന്നും വ്യത്യാസമില്ല. ഏത് ഐ എന്നുള്ളത് ഷീ അല്ലെങ്കിൽ ഹിയാവെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ, അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ ഇത് മാത്രമാണ് മാറുള്ളൂ, ടെൻസ് മാറുമ്പോൾ അങ്ങോട്ട്. യെസ്, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഷീ സെഡ്, അവള് പറഞ്ഞു, ഐ ലവ്ഡ് ഇന്ത്യ, ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചു. ഈ ഞാൻ എന്ന് പറഞ്ഞാല് അവള് തന്നെയല്ലേ. ആ അവൾ എന്നുള്ള സ്ഥലത്ത് ഞാനിപ്പോ രാഖി എന്ന് പറഞ്ഞ രാഖി പറഞ്ഞു ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചു. അപ്പൊ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? രാഖിയല്ലേ. യെസ്, അപ്പൊ ഐ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് അവിടെ എന്ത് പറയാം? ഷീ എന്ന് പറയാം. അപ്പൊ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഇന്ത്യ. ഷീ ഹാഡ് ലവ്ഡ് ഇന്ത്യ. കിട്ടിയല്ലോ. നമ്മൾ ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന ലൗഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ് ആണ്. പാസ്റ്റ് ടെൻസ് ലൗഡ് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലൗഡ് തന്നെയാണ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് എടുത്ത് എഴുതിയേക്കണേ അല്ല നമ്മൾ ലൗഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിച്ചേക്കണ ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബാണ്. യെസ്, അപ്പൊ ഇതിന്റെ ആൻസർ ഷീ ടോൾഡ് ദാറ്റ് ഷീ ഹാഡ് ലവ്ഡ് ഇന്ത്യ. എനി ഡൗട്ട്? സംശയമില്ലെങ്കിലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാചകത്തിലേക്ക് വരാം. യെസ്, അടുത്ത വാചകം ഞാൻ പറയാണ് ഹീ സെറ്റ്. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുന്നത് യു ലവ്ഡ് ഇന്ത്യ. യു ലവ്ഡ് ഇന്ത്യ. ഹീ സെറ്റ് യു ലവ്ഡ് ഇന്ത്യ. അവൻ പറഞ്ഞു നീ ഇന്ത്യയെ സ്നേഹിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. ഞാനിത് പറഞ്ഞത് ജിൻസിനെ നോക്കിയിട്ടാണ്. യു ലവ്ഡ് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അത് ജിൻസി എന്നിട്ട് ആരതിയോട് പറയുമ്പോൾ എങ്ങനെ പറയും എന്ന് പറഞ്ഞു നോക്കി. He said that or told that, sir? He told that I had loved India. വെരി ഗുഡ്, കറക്റ്റ് ആണ്. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഒന്നില്ലെങ്കിൽ ഐ ആവും, അല്ലെങ്കിൽ വി ആവും. യെസ്, ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാഡ് ലവ്ഡ് ഇന്ത്യ. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. നിങ്ങൾ ടെൻസ് നോക്കിയാൽ മതി. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. അപ്പൊ 6 പേരുണ്ടല്ലേ? യെസ്, എഴുതിക്കോട്ടെ കേട്ടോ. They said we studied studied studied. സർ ഹി ആണോ അല്ല ഷീ ആണോ? They said ഇനി ഇവിടെ കോമന്റ് എഴുതുക. we. ഓക്കെ സർ. We studied 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 English grammar.
ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ, രണ്ടാമത്തത് ഷീ സെഡ്, SHE, ഷീ സെഡ്. You took, okay, took my pen. You took my pen. You took my pen. നീ എന്റെ പേന എടുത്തു. മൂന്നാമത്തത് he said, HE, he said. He said. I continued, CONTINUED. I continued my yoga. I continued my yoga. Yes. അടുത്തത് അല്ലെങ്കിൽ മൂന്നിനെ കഴിഞ്ഞിട്ട് മൂന്നെണ്ണം പറഞ്ഞാൽ മതിയാ. യെസ്, തെറ്റ് നോക്കാം അല്ലെ, അത് കഴിഞ്ഞ് നമുക്ക് കിടക്കാം. അപ്പൊ ഇത് മൂന്നെണ്ണം ചെയ്യാൻ മതി. അതിന്റെ മൂന്നോടെ നമുക്ക് നോക്കാം. Boys, വെരി ഗുഡ്. പ്രവീണ കഴിഞ്ഞിരിക്കുന്നു. Sheena? ഗുഡ് മോർണിംഗ് സാർ. Yes, good morning. എന്നിട്ടെന്തും മിണ്ടാതെ? സാറിനെ ഇന്ററാക്ട് ചെയ്യേണ്ട ഇന്ററാക്ട് സാർ. പിന്നെ ഇപ്പൊ പഠിപ്പിച്ചത് അതെ ഏത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ ബാക്കിയായിട്ടാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ ബാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പറഞ്ഞത്. സിമ്പിൾ പാസ്റ്റോട്ട് വരും. ഓക്കെ. ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റിയത്. Sir, യെസ്, പറഞ്ഞോളൂ. I have a guest. Shall I go? യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പയ്യെ തുടങ്ങി വെക്കാം. യെസ്, ആൻസി ആദ്യത്തെ വായിക്കും. സാർ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണോ വായിക്കാൻ? ചോദ്യം ഞാൻ വായിക്കാം, ആൻസർ വായിച്ചാൽ മതി. They said we studied English grammar. They said they told that they had studied English grammar. It's a correct answer. Very good. They told that they had studied English grammar. ആരതി രണ്ടാമത്തെ. She said,
You took my pen. She told that I had took my pen ആണ് സർ. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് പ്രായോഗികമായിട്ട് ഒക്കെ മ്യൂട്ട് ചെയ്തു ഞാൻ പറയാം, ഒന്ന് ആലോചിക്കാൻ മതി. ഷീ സെഡ്. അപ്പൊ ആ ഷീ എന്ന് പറയുന്നത് ആരതി എന്ന് വിചാരിച്ചു. ആരതി പറയുന്നത് ജിൻസിയോടാണ്. യു ടുക്ക് മൈ പെൻ. നീ എന്റെ പേര് എടുത്തു. ആരതി ആരോടാ പറയുന്നത്? ജിൻസിയോടാണ് പറയുന്നത്. ജിൻസി ഇത് ചെന്നിട്ട് ആൻസിയോട് പറയുമ്പോൾ പറയും, ആരതി പറഞ്ഞു ഞാൻ അവളുടെ പേരെടുക്കുന്നു. അതിനെ പറയാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ ഇതിനകത്ത് മൈ എന്നുള്ളത് മാറും. യെസ്. എപ്പോഴൊക്കെ മൈ ഉണ്ടോ അതൊക്കെ ഒന്നില്ലെങ്കിൽ ഹിസ് ആവും അല്ലെങ്കിൽ ഹെയർ ആവും. ഇവിടെ I had took her pen. ഓക്കെ. അവിടെയും ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്. ടേക്ക് പ്രസന്റൻസ് ആണ്, അതിന്റെ പാസ്റ്റൻസ് ആണ് ടുക്ക്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടേക്കൺ ആണ്. ടേക്കൺ, TAKEN. അപ്പൊ എന്ത് പറയും? ഐ ഹാഡ് ടേക്കൺ ഹെർ പെൻ. ഐ ഹാഡ് ടേക്കൺ ഹെർ പെൻ. ഇതാണ് കറക്റ്റ്. കിട്ടിയല്ലോ. പ്രവീണ മൂന്നാമത്തെ വായിക്കാം. ചോദ്യം ഞാൻ വായിക്കാം. He said, I continued my yoga. He told that he had continued his yoga. Very good. അവിടെ മൈ എന്നുള്ളത് ഹിസ്സായി. കാരണം എന്താണ്? ഹീ സെറ്റ് ആയിരുന്നു. അതിന്റെ തൊട്ട് മുകളിൽ മൈ എന്നുള്ളത് ഹെയർ ആയി. കാരണം അവിടെ ഷീ സെറ്റ് ആയിരുന്നു. അത് വ്യത്യാസമല്ല. അപ്പോ he told that he had continued her yoga. സംശയം ഉണ്ടെങ്കിൽ മുന്നോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടെൻസിലോട്ട് പോയി നോക്കാം അല്ലെ? യെസ്. ഓക്കെ. അപ്പൊ ബിജിക്കും നർമ്മിതക്കും ചീനക്കും കിട്ടിയിട്ടില്ല. സർ ഇപ്പൊ പറഞ്ഞത് ഏത് ടെൻസ്? ഏത് സാർ ഇപ്പൊ പറഞ്ഞ ടെൻസിന്റെ പേര് പറഞ്ഞില്ല. കിട്ടിയിട്ടില്ല. സാറേ അടുത്ത ടെൻസിലോട്ട് പോകാന്ന് പറഞ്ഞില്ലേ? അടുത്ത ടെൻസിലോട്ട് പോയിട്ടില്ല. ഇതിന് മൂന്നെണ്ണോട് കഴിഞ്ഞിട്ട് പോയാൽ പോലെ ഞാൻ ചോദിച്ചത്. മൂന്നെണ്ണം കൂടി. അതല്ല സാറേ, ഇതിപ്പോ നമ്മൾ എഴുതിയിരിക്കുന്ന ഏത് ടെൻസ് ആണെന്നാണ് നമ്രത ചോദിച്ചത്. ഇത് സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റോട്ട് മാറ്റിയത്. സിമ്പിൾ പാസ്റ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. ഓക്കെ, എഴുതിക്കോ. They said. സാർ എന്താ പറഞ്ഞേ? They said, THUY. They said. We taught, TAUGHT, taught Malayalam poem. We taught Malayalam poem. Yes, അടുത്തത്. She said. സാറേ ഒരു മിനിറ്റ് സാറേ. ദേ സെഡ് ദ ടോട്ട് ആണോ ഹി ടോട്ട്? WE. ഞങ്ങൾ മലയാളം പോയം പഠിപ്പിച്ചു. വി ടോട്ട് ഇംഗ്ലീഷ് പോയം. അടുത്തത്. She said. SHE. She said. You came. യു എന്ത് സർ? CAME. came with your
with your mother. MOTH mother. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. You came with your mother. അടുത്തത് I said. I missed MISSED. Missed my notebook. NOTEBOOK. ഒന്നുകൂടി പറയാം. I missed my notebook. I missed my notebook. Okay, okay. മൂന്നെണ്ണുള്ളൂ. Okay. സാർ Yes, sorry. സാർ ഹാഡ് പ്ലസ് V3 അങ്ങനെ ആക്കാനാണോ? അതെ, ഇത് ഓക്കെ ഓക്കെ. ഇത് ആഡ് പ്ലസ് V3 ആണ്. പുതിയതിലൂടെ പോയിട്ടില്ല, നേരത്തെ ചെയ്തതിന്റെ. ഓക്കെ ഓക്കെ. Okay, Ansi, very good, very good. Okay, Gina. Okay, 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 okay. Yes. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ആദ്യം വിദ്യക്കാണ് ചാൻസ്. വിദ്യ, ചോദ്യം ഇതായിരുന്നു. They said we taught CAUGHT. മലയാളം പോയി. ആൻസർ വായിച്ചോളൂ വിദ്യ. സർ എനിക്കിത് മനസ്സിലായില്ല. ഇതിൽ ഇത് എങ്ങനെ എഴുതണ്ടെന്ന് കിട്ടിയിട്ടില്ല. ഇല്ല കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്ന ഇല്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതാണ് സംഗതി കഴിഞ്ഞത് പോയത്. ഓക്കെ 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 ഓക്കെ. റെഡി ആക്കാം, ചോദിച്ചാൽ മതി. ഓക്കെ, നർമ്മിത എന്നാ വായിച്ചോളൂ. കഴിഞ്ഞ ക്ലാസ്സിലെ പുസ്തകം കേട്ട് നോക്കട്ടെ. പറഞ്ഞോളൂ. They said that we taught Malayalam poem. അതല്ലേ സർ? അതെ അതെ അതെ. They said that they had taught Malayalam poem. Okay. They told that they had taught Malayalam poem. ജീന, രണ്ടാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. You came with your mother. She said that I had come with my mother. Very good. Correct. Answer the other. She told that I had come. Come, came, come now. Past participle come now. I had come with my mother. Very good, very good, very good, very good. Yes. Okay. ഇനി പവിന അടുത്ത് വായിച്ചോളൂ. He said
I missed my notebook. He said ആണോ സാറേ? ആ, അതെ ഐ സെഡ് എന്നാണ് സാറേ പറഞ്ഞത്. അതെ I said. I said ഞാൻ പറഞ്ഞു. he said ഇൻവെർട്ടഡ് കോമയിൽ I missed my notebook. He told that he had missed his notebook. Yes, he told that he had missed his notebook. My notebook is side. Yes. ഇങ്ങോട്ട് വരാം. Okay. പ്രവീൺ അവിടെ പിള്ളേരൊക്കെ ശകാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? യെസ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ രണ്ട് ടെൻസും മനസ്സിലായല്ലോ. യെസ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ അടുത്തതിലോട്ടൊന്ന് കിടക്കുക, നെക്സ്റ്റ് വണ്ണിലേക്കൊന്ന് കിടക്കുക. യെസ്. ഓക്കെ. ഞാനൊരു വാചകം എഴുതാം. She said, I will love India. ഞാനത് സിമ്പിളായ വാചകം ഒരേപോലെ ഇരുന്നത് അതിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സർ ഇപ്പൊ എന്താ പറഞ്ഞ? I will love, will, W-I-L-L. I will love, L-O-V-E, love India. I will love India. Yes. Okay. ഞാൻ ഒന്ന് നോക്കാം. She said, അവള് പറയാണ് I will love India. ഞാൻ ഇന്ത്യയെ സ്നേഹിക്കും. I will love India. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് എന്ത് ടെൻസാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസുകളിൽ ഏത് വരും? സാർ അകത്തുള്ളത് ഐ വിൽ ലവ് ഇന്ത്യ ആണോ സാർ? ഐ വിൽ ലവ്. വില്ല് വരുമ്പോ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു ജിൻസി വന്നിട്ടില്ലെന്നാണ് ഞാൻ പറയാൻ പോയത്. നേരത്തെ ജിൻസിയാണ് പറഞ്ഞത്. ജിൻസി ആണെങ്കിൽ ഇപ്പൊ ഗസ്റ്റ് പോയാലൊന്നും പറയാൻ പോയപ്പോൾ കറക്റ്റ് വന്നു. വെരി ഗുഡ്. ഐ വിൽ ലവ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചറാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസൻസ്, അതൊന്നും നമ്മളൊന്നും ആ 12 എണ്ണം ഓർത്തില്ലെങ്കിലും ആ 9 എണ്ണം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഈ റിപ്പോർട്ടർ സ്പീച്ച് വന്നപ്പോൾ നമുക്കത് ആവശ്യം വരും. അതൊന്ന് പറഞ്ഞു, അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് 12 എണ്ണത്തിൽ പോകട്ടെ, പഠിച്ചു വെക്കണം. നല്ലത് പോയാലും ആ ആദ്യത്തെ ഒരു 9 എണ്ണം ഒന്ന് നോക്കി വെച്ചേക്കും. ഇതിനൊക്കെ വിടാം. ആദ്യത്തെ 9 എണ്ണം സാർ ടെൻസ് അല്ലേ പറയണേ? അറിയാം. അറിയാം. ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. സിമ്പിൾ ഹെഡിങ് ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ പ്രസന്റ്. അപ്പൊ പറയണം സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. അങ്ങനെ പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്. കാണാതറിയത്തില്ല, എന്നാലും പിടിച്ചു നോക്ക്, ബാക്കിയാ സപ്പോർട്ട് ചെയ്യും. ഓക്കെ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ. അല്ല അതല്ല, അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതിന്റെ സ്ട്രക്ചർ. സിമ്പിൾ പ്രസന്റ് ഞാൻ പറയുമ്പോൾ ഇതിനെ പറയണം സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. അങ്ങനെ പറയാം സാർ. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. കറക്റ്റ്. വെരി ഗുഡ്. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. Yes, correct. Present continuous. Present continuous subject plus am is are. Yes. Am is. Verb in the ing form plus object. Correct. Past continuous. Past continuous ആകുമ്പം was or were plus v verb in the ing form plus object. Very good. Future continuous. Future continuous വരുമ്പോഴത്തേക്ക് സബ്ജക്റ്റ് പ്ലസ് വിൽ വരും. വിൽ ബി വരത്തില്ല സാറേ?
ബി വരും, ബി വരും. ബി പ്ലസ് വെർബിന്റെ ing പോകും. കറക്റ്റ് കറക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോ ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിന്റെ V3 മൂന്നാമത്തെ ഫോം. ഓക്കെ ഓക്കെ. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോ ഹാസ് ഓർ ഹാവ് ഹാഡ് ആവും. ഹാഡ് പ്ലസ് V3 അങ്ങനെ. യെസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അത് വിൽ ഹാവ് എന്നോ, വിൽ ഹാവ് പ്ലസ് വെർബിന്റെ അങ്ങനെ വെർബ് V3. വിൽ ഹാവ് വരും. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓർമ്മയിൽ ഇങ്ങനെയൊക്കെ ശരിയാക്കിയില്ലേ? യെസ്. അത് ആ 9 എണ്ണമൊന്ന് എപ്പോഴൊന്ന് നോക്കി വെച്ചാൽ അതൊക്കെ ആവശ്യപ്പെടും. അങ്ങോട്ട് ഇവിടെയൊക്കെ ആവശ്യമുണ്ട്. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാചകം കാണുമ്പോൾ ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ആണല്ല, ഇതൊക്കെ ഒന്ന് വെറുതെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കത് ഉപകാരത്തിൽ കൊള്ളും. ഓരോന്നിലും ഓരോ അർത്ഥങ്ങളാണ്. സിമ്പിൾ ഞാൻ അത്രേ അറിയത്തുള്ളൂ, അതേ അറിയാം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് എടുക്കുക സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ എടുക്കുന്നു, സിമ്പിൾ പാസ്റ്റ് എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് 9 മോഡലാണ് വരുന്നതിന്റെ അർത്ഥം. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഇങ്ങനെയൊക്കെ തന്നെ പറ്റും. അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ചെന്നു, അങ്ങനെയൊക്കെയല്ലേ പറ്റുന്നത് നമ്മൾ സംസാരം. ഈ സംഗതി തന്നെയാണ് അതിനകത്ത് വരുന്നത്. പറ്റേ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പുതിയതിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ആ സംഗതിയാണ് ഷീ സെഡ് ഐ വിൽ ലവ് ഇന്ത്യ. അപ്പൊ നമുക്ക് മനസ്സിലായി ഐ വിൽ ലവ് ഇന്ത്യ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ജിൻസി എന്ന് പറയാൻ കാരണം സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് അതായത് V1. അതാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിലൂടെ പറയാനുള്ള കാരണം. ഓക്കെ, കറക്റ്റ് ആണ്. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഇൻവെർട്ടഡ് കോമയിൽ തന്നിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറുമാണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലോട്ട് മാറ്റുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയത്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റിയത്. ഇപ്പൊ മൂന്നാമത്തെ പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെങ്ങോട്ട് മാറ്റിയത്, കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയത്, കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ആ വാചകത്തിൽ 12 ടെൻസുകളിൽ കണ്ടീഷണൽ ഫോമിലേക്ക് വരുന്ന സംഗതിയാണ്. സാർ മനസ്സിലായില്ല, നേരത്തെ എഴുതിയ എക്സാമ്പിൾസ് എന്നാണോ? ആ 12 നമ്മൾ എഴുതിയില്ലേ, ആ അതിന്റെ അകത്ത് കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞു വരുന്നത് ഏതാണെന്ന് ചോദിച്ചാണ്. കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട, അങ്ങനെ നമ്മൾ എഴുതിയിട്ടില്ല. അല്ല സാർ, ഇതിനകത്തെ ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും പറഞ്ഞ ഒരു ഫോമും കൂടെ ഇല്ലേ? 4 കണ്ടിന്യൂസ്, കണ്ടീഷണൽ, CONDION. അതല്ല സാർ, നമ്മളിപ്പോ 9 എണ്ണല്ലേ പറഞ്ഞത്? കണ്ടിന്യൂസ് എഴുതിയിട്ടുണ്ട് നമ്മള്, പക്ഷെ കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതിന്റെ സംഗതി അവിടെ ഇല്ല. ഇപ്പൊ നിങ്ങളെ ഒരു പക്ഷേ വളരെ അങ്ങോട്ട് കണ്ടുപിടിച്ചാലും ഇപ്പോ തമാശക്ക് നമ്മള് റീലിലൊക്കെ കാണൂല്ലേ, ഭർത്താവ് പോകുന്ന സമയത്ത് ഭാര്യ പോകണ്ടെന്ന് പറയും. അപ്പോ എന്തുകൊണ്ട് പോകണ്ടെന്ന് പറയുമ്പോ ചോദിക്കുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയുന്നത് പോണെ എന്ന് പറയുന്നു. അപ്പൊ ഭാര്യ വേദന ഭർത്താവ് നോക്കി നിൽക്കാതെ ഭർത്താവിന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ ചേട്ടൻ അവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ അവര് പറയണത് അവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ട് എന്ന് പറയുന്നു. യെസ്. എന്ന് പറഞ്ഞ നിങ്ങളാരെങ്കിലും സ്വന്തമായിട്ട് വെറുതെ പറഞ്ഞാൽ അതിന്റെ സാധനം നമ്മൾ എഴുതിയിട്ടില്ല.
അത് കാരണം ഞാൻ പറഞ്ഞത് കണ്ടീഷണൽ ടെൻസ് എന്നല്ല, കണ്ടീഷണൽ ഫോം ആണ്. യെസ്, ഇപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വിൽ ആണെങ്കിൽ വുഡ് എന്നാക്കുക, ഷാൽ എന്നാണെങ്കിൽ ഷുഡ് എന്നാക്കുക, ക്യാൻ എന്നാണെങ്കിൽ വുഡ് എന്നാക്കുക, മേ ആണെങ്കിൽ മൈറ്റ് എന്നാക്കുക. ഇത്രയും ആക്കിയാൽ മതി. സർ ഇത് ഒന്നുകൂടെ പറഞ്ഞു. ട്രാൻസ്ഫർ ചെയ്താവും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് വുഡ്, WOUL. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് കുഡ്, COULD. ഇനി ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് ഷുഡ്, SHOULD. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് മൈറ്റ്. യെസ്, ടെൻസ് ഒന്നും മാറ്റണ്ട, കാരണം വില്ല് കഴിഞ്ഞിട്ട് വരുന്ന അതേ ടെൻസ് തന്നെയാണ് കണ്ടീഷണൽ ഫോം കഴിഞ്ഞാലും വരുള്ളൂ, പ്രസന്റ് ടെൻസിന്റെ വരുള്ളൂ. അപ്പൊ ടെൻസ് ഒന്നും മാറ്റാൻ നടക്കണ്ട. ഇതങ്ങോട്ട് മാറ്റി വില്ലാണെങ്കിൽ കുട്ടാക്കുക, ഷാലാണെങ്കിൽ ഷുട്ടാക്കുക, അത്രയുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ ഡയറക്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാനാ, അങ്ങനാണോ? അതല്ലേ? റിപ്പോർട്ട് സ്പീച്ച് ആക്കാൻ. യെസ്. അപ്പൊ നോക്കിയേ, ഷീ ടോൾഡ് ദാറ്റ്. ഇതിന്റെ ആൻസർ ഞാൻ വായിക്കുകയാണ്. ഷീ ടോൾഡ് ദാറ്റ്. അത്ര പറയാം. ഓക്കെ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷീ തന്നെയായിട്ട് മാറും. ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് ലവ്. വിൽ എന്നുള്ളത് എന്താക്കി? വുഡ് ലവ് ഇന്ത്യ. ഷീ വുഡ് ലവ് ഇന്ത്യ. ഇത്രയും മതി. യെസ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിനെ റിപ്പോർട്ട് സ്പീച്ചിലോട്ട് ആക്കാൻ എളുപ്പമാണ്. കാരണം വില്ലാണെങ്കിൽ വുഡ് ആക്കിയാൽ മതി, ഷാൽ ഷുഡ് ആക്കുക, ക്യാൻ വുഡ് ആക്കുക, മേ മൈറ്റ് ആക്കുക. സോ ബാക്കിയുള്ള നിയമങ്ങളില്ലേ, ഐ എങ്ങോട്ട് മാറും, മൈ എങ്ങോട്ട് മാറും, അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ടെൻസ് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോ ഒരുപക്ഷെ കറക്റ്റ് പരീക്ഷയ്ക്ക് വരുമ്പോൾ ടീച്ചർ നോക്കും, മൈയും യു ഒക്കെ എഴുതിയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ ടെൻസ് കറക്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അന്ന് ഒരു 5 മാർക്ക് ഉത്തരം മുഴുവൻ എഴുതിയില്ലായെങ്കിലും ഉത്തരത്തിന്റെ അരികത്ത് കൂടെ പോയാൽ കുറച്ച് മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ. അറ്റംപ്റ്റ് ടു ലേണിംഗ്, അതിന് തന്നെ കുറച്ച് മാർക്ക് കൊടുക്കും. ഉത്തരം എഴുതാൻ ശ്രമിച്ചതിന് ഒരു 1/2 മാർക്ക് ഉണ്ട്. പിന്നെ ടെൻസ് കറക്റ്റ് ആക്കിയതിന് ഒരു 1/2 മാർക്ക്. അപ്പൊ 1 മാർക്ക് കിട്ടും. 2 മാർക്കിന് ചിലപ്പോൾ ടീച്ചർ 1 മാർക്ക് അതിന്റെ സൈഡിൽ എടുക്കും. പക്ഷെ നമുക്കത് പറ്റില്ല, കാരണം നമുക്കിവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ അവിടെ കറക്റ്റ് എടുക്കുകയാണ്. പിന്നെ നമുക്കത് പറ്റില്ല, കറക്റ്റ് ആൻസർ എടുക്കുക, നമുക്ക് പോകണം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത 2-3 വാചകങ്ങളിലേക്ക് പോകാം. എഴുതിക്കും. She said. She said. ഇനി ഇനിപ്പെട്ട കോമ്പിൽ എഴുതുക. I will wait, 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 കാത്തു നിൽക്കുക. I will wait for you. I will wait for you. Yes. രണ്ടാമത്തെ സെന്റൻസ്. Sir, I will wait for you. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. യെസ്. അടുത്തത്. He said. He said. ഇനി ഇനിപ്പെട്ട കോമ്പിൽ എഴുതുക. You may come, COME, come to my office on time. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തത്. He said. ഇനി ഇൻവെർട്ടർ കോമ്പിൽ എഴുതുക. I will sell, SCLL, sell your old scooter. I will
സെൽ യുവർ ഓൾഡ് സ്കൂട്ടർ. ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, 3 എഴുതിയുള്ളൂ. ഓ, ഓക്കെ ജീന, വെരി ഗുഡ്. നമ്മൾ കൊടുക്കേണ്ട താമസം കറക്റ്റ്. യെസ്. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറിൽ എല്ലാവരും കൈയൊഴിയുന്ന സാധനം കുറച്ച്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. നമ്മളതൊന്നും മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്. സ്കൂളിൽ പരീക്ഷയ്ക്ക് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറയും ഇവിടെ ഈസ് ഒരുപാട് വാസത്തേര് നിങ്ങൾ ടീച്ചറൊക്കെ പറയും. യെസ്, നമ്മൾ അങ്ങനെ ചെയ്യും, മാർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. യെസ്. ഇനി നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ പ്രവീണ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ന ടെൻസ് ആയിരുന്നു, അത് ഇന്ന ടെൻസിലോട്ട് മാറ്റിയത് കൊണ്ടാണ് അത് അങ്ങനെ വരാനുള്ള കാരണം. യെസ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. യെസ്. പരീക്ഷയ്ക്ക് നമുക്ക് വേറെ പഠിക്കാം, ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയൊക്കെ വെക്കാം. യെസ്. അപ്പൊ കുട്ടികൾ പറയും ടീച്ചർക്ക് അറിയാം, സമയക്കുറവുകൊണ്ട് ടീച്ചർ പറയേണ്ടതാണ് എന്ന് വിചാരിച്ചു. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം വയ്ക്കാം. ജിൻസി വായിച്ചോളൂ. ചോദ്യം ഇതായിരുന്നു, she said I will wait for you. ആൻസർ വായിച്ചോളൂ. She told that she would wait for me. The correct answer. Very good, very good, very good. ആദ്യം സാക്ഷരവും ചോദിച്ചേ. She told that she would wait for me. You എന്നുള്ളത് for me ആയിട്ട് മാറി. ആരതി, രണ്ടാമത്തെ ചോദ്യം. ചോദ്യം ഇതായിരുന്നു, he said you may come to my office on time. He told that he might come to my office on time. ആരതി, ആ ഹീനും മയിലും എന്ന് പറഞ്ഞ ചോദിക്കും. അത് ശ്രദ്ധിക്കും, മനസ്സിലൊന്ന് വിചാരിച്ചേ. ഹീ ഞാനാന്ന് വിചാരിക്കും. ഞാൻ ആരതിയോട് പറയുന്നു, യു കം ടു മൈ ഓഫീസ് ഓൺ ടൈം. നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് കൃത്യസമയത്ത് വരണം. അപ്പൊ ആരതി ഇത് ജിൻസിയോട് പറയുമ്പോൾ ഇത് പറയും, അവൻ പറഞ്ഞു ഞാൻ അവന്റെ ഓഫീസിലേക്ക് കൃത്യസമയത്ത് ചെല്ലണം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ യു തൊടുക്കപ്പെട്ട വാചകം വേട് മാറും. യു എന്നുള്ളത് എന്താവും? അയ്യാവും. യെസ്. അപ്പൊ അവൻ പറയുന്നത് ആരതിയെ നോക്കിയിട്ടാണ്. ആരതിയാണ് പിന്നീട് വേറെ ആളോട് പറയുന്നത്. മനസ്സിലാകുന്ന പീഡി കറക്റ്റ് ആയിട്ട്. യെസ്. ഇനി കറക്റ്റ് ചെയ്ത് പറഞ്ഞേ. He told that. Sir, ആ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. He said you may come to my office on time. Okay. He told that I might come to my office on time. അപ്പോഴും തെറ്റിയ മൈറ്റ് എന്നാ പറഞ്ഞ സാർ. മൈറ്റ് ഓക്കെ, അത് മേന്നുള്ള മൈറ്റ് ആക്കി, അത് ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ടു മൈറ്റ് his office on time. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒന്നും കൂടി വായിക്കാം. He told that I might come to his office on time. Very good. ജീന, മൂന്നാമത്തെ വായിക്കാം. He said I will sell your old scooter. He said that he would sell. സെല്ലിന് വേറെ ഒന്നും ഇല്ലല്ലോ. sell my old scooter.
he would sell my old scooter. സെല്ല് കറക്റ്റ് ആണ്, മാറ്റേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. ബില്ല് കഴിഞ്ഞാലും വുഡ് കഴിഞ്ഞാലും പിന്നെ ഒരു ടെക്സ്റ്റ് പെർസെന്റേജ് അപ്പോൾ മാറ്റണ്ട. അതിന്റെ Oh, okay. ഓക്കെ ഓക്കെ. He would sell his Sell my would sell my old scooter. Okay, Oh. okay, correct. Yes, very good, very good, very good. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. ഈ 3 ടെൻസുകളുടെ എന്താണ് നോക്കിയത്? റിപ്പോർട്ട് സ്പീച്ചാണ് നമ്മൾ നോക്കിയത്. യെസ്, ഇതിന് സംശയമൊന്നുമില്ലല്ലോ. സിമ്പിൾ സാർ പ്രസന്റ്. ഈ മൈ എന്നൊക്കെ വരുന്ന സമയത്ത് ഹിസ് ഹെറും ചേർക്കാൻ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല. യെസ്, അതാണ് കിട്ടാത്തത്. അപ്പൊ അത് അന്ന് ആരത് ഇല്ലാതിരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചു. ഒരു സ്ഥലത്ത് ഡയറക്റ്റ് കെട്ടിങ് ചെയ്ത, ഇപ്പോഴത്തെ സ്ഥലത്ത് ഇൻഡയറക്റ്റ് കെട്ടിങ് ചെയ്ത. എന്നിട്ട് ഡയറക്റ്റിന്റെ അടിയിൽ യു എന്നിടുക, യു. എന്നിട്ട് ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഐ കോമ വി. യു എന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഐ ആവും, അല്ലെങ്കിൽ എന്താവും? വി ആവും. യെസ്, അതിന്റെ അടിയിൽ ഡയറക്റ്റിന്റെ അടിയിൽ ഐ എന്ന് എഴുതുക, ഐ. അത് പിന്നെ ഷീ കോമ ഹെർ, സോറി, ഷീ കോമ ഹി. ഒന്നില്ലെങ്കിൽ ഷീ ആവും, അല്ലെങ്കിൽ ഹി ആവും. യെസ്, ഇനി ഡയറക്റ്റിന്റെ അടിയിൽ ഡബ്ല്യു ഇ, വി എന്ന് എഴുതുക, വി. യെസ്, അതിന്റെ നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ ദേ എന്ന് എഴുതുക, ടി എച്ച് ഇ ബൈ ദേ. അത് ദേ എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ഡയറക്റ്റിന്റെ അടിയിൽ മൈ എന്ന് എഴുതുക, മൈ. അതിന്റെ നേരെ ഇൻഡയറക്റ്റിന്റെ അടിയിൽ ഹർ കോമ ഹിസ്, ഹർ കോമ ഹിസ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതി വെച്ചാണ്. അപ്പോൾ അതുണ്ടാകുന്ന ഇതുകൊണ്ടാണ് ഇങ്ങനെ മാറും. അത് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഈ പറഞ്ഞ വാക്കുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കത് പെട്ടെന്ന് പിടികിട്ടി. ഓക്കെ, ഇനി എപ്പോഴും ഒരു മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ വേറെ സംഗതിയിലേക്ക് കിടക്കുന്നില്ല. യെസ്, എന്നാലും വെറുതെ ഒരു കാര്യം ചോദിക്കുക. ജീനയോടാണ് ചോദ്യം. sir. ഇനി ഇൻവെർട്ടർ കോമയില് ഓപ്പൺ ദ ഡോർ. യെസ്, ഓക്കെ, നോക്കി. Sir, she said open the door അല്ലേ? ഷീ സെഡ്, അവള് പറഞ്ഞു. ഇൻവെർട്ടർ കോമയിൽ ഓപ്പൺ ദ ഡോർ, വാതിൽ തുറക്കും. വാതിലിന്റെ അടുത്തിരിക്കുന്നത് ജീനയാണ്. Okay. അപ്പൊ ജീനയോട് അവള് പറയാണ്, പ്രവീണ പറയാണ്, ഓപ്പൺ ദ ഡോർ, വാതിൽ ഒന്ന് തുറക്കും. ഇതിന് റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുകയാണെങ്കിൽ എങ്ങനെ വരും? She told me to open the door. Report ആണോ? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊന്നും അങ്ങനെ ശരിയായിട്ടില്ല അല്ലെ? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫാസ്റ്റ്, അതാണ് ഇതിന്റെ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. യെസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഒന്ന് ചെയ്തു നോക്കുമ്പോ എന്തെങ്കിലും വരും. ആർക്കെങ്കിലും കിട്ടിയാൽ പറയട്ടെ. അതിനകത്ത് സബ്ജക്റ്റ് ഒന്നും ഇല്ലല്ലോ സാർ. ഓപ്പൺ ദ ഡോർ എന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അത് കൺഫ്യൂഷനാണ് ഞങ്ങക്ക്. കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോഴും കൺഫ്യൂഷൻ. ഞാൻ ആദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ് അത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് അത് ബേസ്മെന്റ് ശരിയായതിനു ശേഷം നമുക്കൊരു കയറി പോലോ. അപ്പൊ നമുക്കൊരു ബേസിക് എടുക്കും, ഇന്നതൊക്കെയാണ് നിയമം. പിന്നെ ഇതിനകത്ത് എക്സെപ്ഷൻ വന്നാലും ഇത് നമ്മൾ ചിന്തിച്ചു വരും. അത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. ഒരാഴ്ച ആലോചിക്കാനുള്ള സമയം തരുന്നു. യെസ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ചയല്ല, അടുത്ത ക്ലാസ് ആലോചിക്കാൻ സമയം തരുന്നു. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിഷ് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത ദിവസം തുടങ്ങി നിങ്ങൾ മിസ് ആവാണ്ടിരിക്കുക ക്ലാസ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പിന്നെ
നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോട് കൂടി ഒന്ന് പറഞ്ഞേക്കുക. ഇങ്ങനെ പരിപാടി തുടങ്ങുകയാണ് ഇംഗ്ലീഷ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ പറഞ്ഞേക്കാം. ഓക്കെ, ഓക്കെ സർ. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഓക്കെ 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 ഓക്കെ